ടി.ബി. റോഡിലെ അനധികൃത പാർക്കിംഗ് ചൂണ്ടിക്കാട്ടിയ പൊതുപ്രവർത്തകൻ കൂടിയായ എ.ബി.ജെ. ജോസിനാണ് ഈ ദുരനുഭവമുണ്ടായത്. ആ ഓട്ടോറിക്ഷ മാറ്റിയിട്ടാതെ എന്തൊരു ട്രാഫിക് നിയന്ത്രണമെന്ന് ചോദിച്ചപ്പം ഇവിടെ നിർത്തിയതിന് നിന്നെ കാണിച്ചു തരാടാന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇതിൻ്റെ കീ ഊരിക്കൊണ്ട് പോയി. അതൊരു മര്യാദകേടല്ലേ അത് കാണിക്കുന്നത്? ഇല്ല, താക്കോൽ ഊരിക്കൊണ്ട് പോയി. എനിക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല. കാണത്തെ ഈ പോലീസുകാർ ഇങ്ങനെയാണോ ട്രാഫിക് നിയന്ത്രിക്കുന്നത്? വഴിയുടെ നടുക്ക് വണ്ടി ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിട്ട് പോയിട്ട് ആ പുള്ളിയോട് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്നോട് പറയാ അത് താൻ നോക്കേണ്ട കാര്യമില്ല, ഞാൻ വണ്ടിയുടെ ഡ്രൈവറാണോ, നിങ്ങൾ ഇപ്പോൾ ഇവിടെ നിർത്തിയാൽ നിങ്ങളെ പിടിക്കുമെന്നും പറഞ്ഞു. എന്നാൽ പിന്നെ ഒന്ന് കാണട്ടെന്ന് വെച്ചിരിക്കുക. അങ്ങനെ അയാൾ താക്കോൽ ഊരിക്കൊണ്ട് പോയിരിക്കാം. പോലീസുകാർ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നടുറോഡിൽ അനധികൃതമായി പാർക്ക് ചെയ്ത ഓട്ടോറിക്ഷ തനിക്ക് സൃഷ്ടിച്ച ഗതാഗത തടസ്സത്തെക്കുറിച്ച് SIയോട് വണ്ടി നിർത്തി പരാതി പറഞ്ഞപ്പോഴാണ് ഇദ്ദേഹത്തിന് ഈ ദുരനുഭവം ഉണ്ടായത്. പാലായിൽ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്ന സ്റ്റേഡിയം ജംഗ്ഷനിൽ വെച്ചാണ് സംഭവം. നടുറോഡിൽ താക്കോലില്ലാതെ നിസ്സഹായനായ എബിയുടെ ചുറ്റും ജനങ്ങൾ തിങ്ങിക്കൂടിയതോടെ വെട്ടിലായ SI പിന്നീട് എബിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. തുടർന്ന് ഇയാൾക്ക് താക്കോൽ തിരികെ നൽകുകയും കാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. നടുറോഡിലുണ്ടായ സംഭവവികാസങ്ങൾ അരമണിക്കൂർ സമയം ന്യൂ ബസാർ റോഡിലെ ഗതാഗതം തടസ്സപ്പെടുത്തി. ഈ സമയം അത്രയും സംഭവങ്ങൾക്ക് സാക്ഷിയായി എബിയുടെ മകൻ കാറിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ജനമൈത്രിയും ജനകീയതയുമെല്ലാം ഉയർത്തിക്കാട്ടുന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇത്തരം സംഭവങ്ങൾ ഭൂഷണമല്ല. പോലീസിന്റെ മുഖം ഇനിയും മിനുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ നൽകുന്ന സൂചന.